ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പല്ലവിയും ഗാർഗിയും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെ പോയാൽ നീ വേണമെങ്കിൽ ഗർഭം ധരിക്കാനും വേറെ ആരെയെങ്കിലും ഏർപ്പാടാക്കുമല്ലോ എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്യുമെന്ന് പല്ലവി പറയുന്നു. അതേസമയം വിപിൻ വന്ന് പല്ലവിയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പല്ലവി പെട്ടെന്ന് തല ചുറ്റി താഴേക്ക് വീഴുകയാണ്. ഇത് കാണുന്ന ഗാർഗിയും വിപിനും കൂടി പല്ലവിയെ എഴുന്നേൽപ്പിക്കുമ്പോൾ വിപിൻ സംശയത്തോടെ പല്ലവിയെ നോക്കുകയാണ്. ഇനിയെങ്ങാനും ഇവൾക്ക് വിശേഷമുണ്ടോ എന്ന് വിപിൻ ഭയക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാറുവിനെയുമാണ്. വിശാല് തൻ്റെ അമ്മയുടെ ഫോട്ടോയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അമ്മേ, എനിക്കറിയില്ല ഇന്ന് പാർവതിക്ക് നേരെ ഉണ്ടായ ആക്രമണം വെറും സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയായിരുന്നോ എന്ന്. അമ്മ എന്നോട് ക്ഷമിക്കണം. ആ എഗ്രിമെൻ്റ് തടയാൻ എന്നെ കൊണ്ടായില്ല. ആ ഡീലുമായിട്ട് പ്രഭാവതി അമ്മ മുന്നോട്ട് പോകുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്നാലും പാർവതി ആരായിരിക്കും തട്ടിക്കൊണ്ടുപോയത്? ഇത് കേൾക്കുന്ന പാറു അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ്, ഇത് ഇത്ര നേരമായിട്ടും സാറിന് മനസ്സിലായില്ലേ? വിനയും റിയയും തന്നെയാണ് ഇതിന് പിന്നിൽ. അവരെ നമ്മൾ എങ്ങനെയാ പാർവതി സംശയിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ അവരാണെങ്കിൽ പ്രഭാവതി അമ്മ എന്താണെങ്കിലും ഈ കാര്യം അറിയാതിരിക്കില്ല. അമ്മ എന്താണെങ്കിലും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സമ്മതിക്കുകയുമില്ല. ഒരുപക്ഷെ വിനയാണ് ഇതിന് പിന്നിലെങ്കിൽ ചിലപ്പോൾ അമ്മ അറിയാതെയാകും അവൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവുക. ഇത് കേൾക്കുന്ന പാറു മനസ്സിൽ പറയുകയാണ്, സാറിനെ എന്താണെങ്കിലും ഇപ്പോൾ ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എന്നെ കൊണ്ടാകില്ല. എന്താണെങ്കിലും സമയമാകട്ടെ. തുടർന്ന് വിശാല പറയുകയാണ്, എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് തനിക്കറിയാമോ? എന്താ സാറെന്ന് പാറു ചോദിക്കുമ്പോൾ വിശാല പറയുകയാണ്, നാളെ ഈ കോളനിയുടെ സ്ഥാപക ദിനമാണ്. നമുക്കും ഇവിടുത്തെ തൊഴിലാളികൾക്കൊപ്പം ചേർന്ന് നന്നായി ആഘോഷിക്കുക തന്നെ വേണം. അതെ സാർ, അങ്ങനെ തന്നെ വേണമെന്ന് പാറുവും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും റിയയും കൂടി കോളനിയിലേക്ക് വരുന്നതാണ്. അവരെ കണ്ടയുടൻ അകത്തേക്ക് സ്വീകരിക്കുകയാണ് വിശാൽ. തുടർന്ന് വിശാൽ എന്തോ ആവശ്യത്തിന് പോകുമ്പോൾ പാർവതി പ്രഭാവതിയോട് പറയുകയാണ്, പ്രഭാവതി അമ്മേ, ആളെ വിട്ട് എന്നെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളാണെന്നേ എനിക്കറിയാം. ഇത് കേൾക്കുന്ന പ്രഭാവതി ഞെട്ടലോടെ പാറുവിനെ നോക്കുന്നു. നിങ്ങളുടെ ഡീല് ഞാൻ കാരണം തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്? ഡീല് സൈൻ ചെയ്തെന്ന് കരുതി അത് വിജയിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ പരാജയം കാണുന്നതുവരെ ഞാൻ പൊരുതിക്കൊണ്ടേയിരിക്കും. ആ ഭയം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമെന്നും പാറു പറയുമ്പോൾ ഒരു കുട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. കുട്ടി പാറുവിൻ്റെ അടുത്തേക്ക് വന്ന് ദേഷ്യത്തോടെ പറയുകയാണ്, ഉദയനൂരമ്മയാണ് വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് ചിലത് പറയാനുണ്ടെന്നും ആ കുട്ടി പറയുമ്പോൾ പാറു സംശയത്തോടെ ആ കുട്ടിയെ നോക്കുന്നു. അതേസമയം വിശാൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ ആ കുട്ടി പറയുകയാണ്, മോനെ, നിനക്കൊരു വലിയ സമ്മാനം കിട്ടാൻ പോകുന്നു. അതെത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് കിട്ടും. അത് കിട്ടുന്നതോടെ നിന്റെ പ്രയാസമെല്ലാം മാറും. നീ വീണ്ടും മഹാരാജാവിനെ പോലെ തന്നെ ജീവിക്കും. ഇപ്പം നിന്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം തന്നെ നിനക്ക് ഈ വരുന്ന ദുർഗാഷ്ടമിക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് കേൾക്കുന്ന പാറുവിന് സന്തോഷമാവുകയാണ്. അതേസമയം റിയയും പ്രഭാവതിയും ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും റിയയും ഇതെല്ലാം ചെന്ന് വിനയോട് പറയുന്നതാണ്. പാർവതി തട്ടിക്കൊണ്ടുപോയത് നമ്മളാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രഭാവതി പറയുമ്പോൾ അതെങ്ങനെ സാധിക്കുമെന്ന് റിയ ചോദിക്കുന്നു. എടാ, അവൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവൾ എന്നോട് അതേപ്പറ്റി ചോദിക്കുകയും ചെയ്തു. ആ ചെയ്തതിന് അവൾ എന്നോട് പകരം വീട്ടുമെന്നും അവൾ പറയുകയുണ്ടായി. അല്ലമ്മേ, ആ കുട്ടി പറഞ്ഞില്ലേ വിശാലിന് എന്തോ വലിയ സമ്മാനം കിട്ടാൻ പോകുന്നെന്ന്. പിന്നെ ദുർഗാഷ്ടമി ദിവസം അന്ന് വിശാൽ എന്ത് കാര്യമാ അറിയാൻ പോകുന്നത്? വിനയ്, നീ ഇതൊന്നും എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. എനിക്ക് ഇതേപ്പറ്റിയൊന്നും അറിയുകയുമില്ല. ഒരുപക്ഷെ പാർവതി ആ പെൺകുട്ടിയെ കൊണ്ട് നാടകം കളിപ്പിച്ചതാണെങ്കിലോ എന്ന് റിയ ചോദിക്കുമ്പോൾ എന്താണെങ്കിലും ഇതേപ്പറ്റി നമ്മൾ അന്വേഷിക്കണമെന്ന് പ്രഭാവതി പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാറുവിനെയുമാണ്. വിശാൽ പറയുകയാണ്, നമ്മൾ എന്നും കാണുന്ന ഒരു സാധാരണ പെൺകുട്ടിയല്ലേ അവള്? അവളും എന്നെപ്പോലെ ഉദയനൂരമ്മയുടെ കടുത്ത ഭക്തയാണ് സാർ. അതുകൊണ്ടാകും ഒരു പക്ഷേ ഉദയനൂരമ്മ അവളെ തന്നെ തിരഞ്ഞെടുത്തത്. എന്താണെങ്കിലും എനിക്കിതൊക്കെ വലിയ ആശ്ചര്യമായിട്ടാണ് തോന്നുന്നതെന്ന് വിശാൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പല്ലവി വിപിനോട് പറയുകയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. ഇപ്പോൾ അതൊക്കെ എന്തിനാണെന്ന് വിപിൻ ചോദിക്കുമ്പോൾ എനിക്ക് എന്താണെങ്കിലും കാണണമെന്ന് പല്ലവി വാശി പിടിക്കുകയാണ്. തുടർന്ന് ഇവിടേക്ക് ഗൈനക്കോളജിസ്റ്റിനെ വരുത്താമെന്ന് വിപിൻ പറയുമ്പോൾ പല്ലവിക്ക് ആശ്വാസമാകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാറുവിനെയുമാണ്. തനിക്കിപ്പോൾ എന്തെങ്കിലും ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ടോ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പൈസ ഇല്ലാത്ത സമയത്ത് വിശാൽ സാറിനെ ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുതെന്ന് പാറു മനസ്സിൽ പറയുന്നു. തുടർന്ന് പാറു പറയുകയാണ്, എനിക്കിപ്പോൾ ആകെ ഒരാഗ്രഹമേ ഉള്ളൂ. നമുക്ക് പുതിയൊരു കമ്പനി തുടങ്ങണം.
എൻ്റെ മനസ്സിലും അത് തന്നെയാടോ എന്ന് വിശാൽ പറയുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് അരവിന്ദൻ വരികയാണ്. പാർവതിയെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളെക്കുറിച്ച് കുറച്ച് വിവരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാനത് പറയാൻ വേണ്ടിയാ വന്നത്. വിശാലിൻ്റെ ഫോൺ ഉപയോഗിച്ചാണ് ആ ഗുണ്ടകൾക്ക് ഓരോ നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടേയിരുന്നത്. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, വിശാൽ സാറ് അവിടെ ഫോൺ ഉപേക്ഷിച്ചിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ആ വീട്ടിലുള്ള ആരോ ഒരാൾ തന്നെയാ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് അരവിന്ദൻ പറയുന്നു. മിക്കവാറും റിയയാകാനാണ് സാധ്യതയെന്നും അരവിന്ദൻ പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാകുമെന്ന് പാറുവും പറയുന്നു. ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, ഞാൻ അരവിന്ദന് തന്ന കേസ് പിൻവലിക്കുകയാണ്. എൻ്റെതായ രീതിയിൽ തന്നെ ഞാൻ ഇനി അന്വേഷണങ്ങൾ നടത്തിക്കൊള്ളാമെന്നും അരവിന്ദൻ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് പാർവതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.